ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, മാതാപിതാക്കളെ, അസ്സലാമു അലൈക്കും. ഒരു വലിയ പ്രസംഗം ചെയ്ത് സച്ചിനെ കയ്യിലെടുക്കാൻ എനിക്ക് കഴിയില്ല. എങ്കിലും അല്പെങ്കിലും പറഞ്ഞു നിൽക്കാം. നമ്മുടെ നബിയുടെ ഉമ്മ നബിയെ ഗർഭം ചുമന്ന 2 മാസത്തിലേറെ കാലത്താണ് നബിയുടെ പിതാവായ അബ്ദുള്ളയുടെ ഭർത്താവിന്റെ വിയോഗ വാർത്ത അമ്മയെ തളർത്തിയില്ല. ഞാൻ വിഷമത്തിലാക്കപ്പെട്ടാൽ ഗർഭശിശുവിനെ ബാധിക്കുമെന്ന് ആ വിധവ മനസ്സിലാക്കും. യഥാസമയം ആരാധന നിയമങ്ങൾ തള്ളി നീക്കി. ഒരു ദിവസം അശരീരി അന്തരീക്ഷത്തിൽ നിന്ന് ആമിനയുടെ കർമ്മപ്പെടുന്നില്ലെന്ന് അടിച്ചു. ആമിന, നീ ഗർഭം ചുമന്നിരിക്കുന്നത് ഈ സമുദായത്തിന്റെ നേതാവാണ്. കുട്ടി ജനിച്ചാൽ മുഹമ്മദ് എന്ന് പേരിടുക. പിന്നീട് ഒരു പ്രകാശം സദാസമയം അവരെ വലയം ചെയ്തതായി കാണുന്നു. നമ്മുടെ നബിയെ മാതാവ് പ്രസവിച്ച സമയം ചില കർമ്മങ്ങൾ നിർവഹിച്ചതായി കാണുകയുണ്ടായി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പ്രപഞ്ചനാഥനല്ലാതെ മറ്റുമാരുമല്ല. 6 വർഷക്കാലം ആമിന ബീവിയുടെയും ഹലീമ ബീവിയുടെയും വളർന്ന നബി തന്റെ 6ാമത്തെ വയസ്സിൽ മാതാവിന്റെ വിയോഗത്തിന് സാക്ഷിയായി. തീർത്തും അനാഥനായി വളർന്ന നബി തന്റെ 6ാമത്തെ വയസ്സിൽ മാതാവിന്റെ വിയോഗത്തിന് സാക്ഷിയായി. തീർത്തും അനാഥനായി വളർന്ന നമ്മുടെ നബി ലോകത്തിന്റെ നേതാവായി മാറി. അതെ, ആ നബിയുടെ ജന്മദിനമാണ് നാം എല്ലാവരും ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സബ് ജൂനിയർ വിഭാഗം ഇലാക്കർഷ മത്സരത്തിൽ